ലോവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം നമുക്കൊരു ഈവനിങ് വാക്ക് ആക്കാം. ഇത് കണ്ടോ, നമ്മുടെ അജ്മാൻ ഷേഖിൻ്റെ വീടാണ്. വീടല്ലമ്മ, വേറെന്താ വുമൺ അസോസിയേഷൻ എന്നൊക്കെ എഴുതിയിരിക്കുന്നു. ഈ അമ്മയാണ് പറഞ്ഞത് ഇത് അജ്മാൻ ഷേഖിൻ്റെ വീടാണെന്ന്. നമ്മുടെ റൂമിലെ തൊട്ട് സൈഡിലാണ്. അമ്മ അനിയത്തിയുണ്ട്, ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഈവനിങ് ഞാൻ ഷോപ്പിലായിരിക്കുന്ന സമയത്ത് അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് പുറത്ത് പോകണം, ഷോപ്പിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നടന്നു പോകാമെന്ന് പറഞ്ഞു. അപ്പം ഒരു 6 മണിയൊക്കെ ആകാറാവുന്ന ടൈം ആയപ്പോഴത്തേന് സിസ്റ്ററും ബേബിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അനിയത്തി കാശിന് ഇതേ എടുക്കണ്ട, നിൽക്കുന്ന നിൽപ്പുണ്ടോ, നല്ല തണുപ്പാണ് ഇവിടെ. എന്നാലും ആൾക്കങ്ങനെ വലിയ തണുപ്പൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ എന്താണ് ചെസ്റ്റ്നട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കഴിക്കാൻ എടുത്ത് വെച്ചപ്പോഴത്തേന് ദേവി വന്നു. അന്നേരം അവള് അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാശിക്കൂടെ അവിടെ കിടന്നിട്ട് കുരുത്തക്കേടിനുള്ള പരിപാടി ഒപ്പിക്കുകയാണ് കേട്ടോ. താഴത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് കാണാൻ പറ്റത്തില്ല, എവിടെ നിൽക്കുന്നു എന്ന് കാണാൻ പറ്റുന്ന ആ ഏരിയയിൽ എവിടെയോ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് കസ്റ്റമർ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിയാൻ നേരത്തിന് അമ്മ വന്നു. അങ്ങനെ അമ്മയും ഞാനും ബേബിയും ദേവിയും കൂടിയിട്ട്, ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിയാണ് കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടിയിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് നെസ്റ്റോ ഉള്ളത്. ഒരു ചെറിയ നെസ്റ്റോ ഉണ്ട്, ഷോപ്പിംഗ് മാളല്ല, ചെറിയൊരു നെസ്റ്റോൻ്റെ മാത്രം സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, അതുണ്ട്. അതിൻ്റെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നേ. ഈ ബിൽഡിംഗ് ഒക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. മുന്നേ അമ്മയുടെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നത് ഇവിടെയായിരുന്നു. ഞാൻ ആദ്യം വന്ന ടൈമിൽ, ഫസ്റ്റ് ടൈം ദുബായിലേക്ക് വരുന്ന ടൈമിൽ ഈ ഏരിയയിലായിരുന്നു അമ്മയുടെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് മാറിയിട്ടാണ് ഇപ്പോൾ ഉള്ള അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിട്ടുള്ളത്. എന്താ ഇവിടെ നമ്മുടെ കെയർ ടേക്കേഴ്സ് ഉണ്ടല്ലോ, കെയർ ടേക്കേഴ്സിന് പറയുന്നൊരു പേരുണ്ട്. അയ്യോ എന്തിനായിരുന്നു, ഞാൻ മറന്നുപോയി. എന്തായാലും പോട്ടെ. അവിടുന്ന് കുറച്ച് അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ. അനിയത്തി കുറച്ച് ഡയറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടിട്ട് ആൾ നടക്കാനുള്ള ഇൻട്രസ്റ്റിലാണ് ഞങ്ങളോട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ സിഗ്നലൊക്കെ നിന്ന് ക്രോസ് ചെയ്യുന്നത് നമ്മുടെ അവിടുത്തെ പോലെ ഒന്നും അല്ല കേട്ടോ. ഇവിടെ അത്യാവശ്യം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പെറ്റിയടിച്ച് കയ്യിൽ തന്നിട്ടായിരിക്കും സുർത്ത മീൻസ് പോലീസ് പോണത്. മാത്രമല്ല ഫുൾ ടൈം നമ്മുടെ നാട്ടിലെ സ്പീഡും അല്ലല്ലോ ഇവിടെയുള്ളത്. ഈ ഏരിയയിലൊക്കെ സിഗ്നലിൻ്റെ അടുത്തൊക്കെ അത്യാവശ്യം സ്പീഡ് കുറവായിരിക്കും. എന്നാൽ കൂടിയിട്ട് ശ്രദ്ധിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും. എനിക്കാണെങ്കിൽ നടക്കാനും വയ്യായിരുന്നു. കാശിനെ ഞാൻ കുറച്ച് നേരം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കാശിനെ എടുക്കുന്ന കാര്യം ഭയങ്കര ടാസ്ക് ആണെന്ന്. കാര്യം കുറച്ച് ബേബി ബംപ് വലുതായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, വയറ് കുറച്ച് മുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. സോ കുഞ്ഞിനെ എടുത്തിട്ട് നടക്കുന്നത് കുറച്ച് പാടാണ്. കഴിഞ്ഞ മാസം വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ കുഞ്ഞുവാവ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. സോ അതുകൊണ്ടിട്ട് രണ്ടാളെയും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം എന്താവുമെന്ന് എനിക്കറിയത്തില്ല. ഒരു 2 മാസം കൂടെ മതി. ഇപ്പം ഈ മാസം, അതായത് ഫെബ്രുവരി 13 ആകുമ്പോൾ എനിക്ക് 7-ാം മാസം ആവും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അജ്മാനിലുള്ള നെസ്റ്റോൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഫസ്റ്റ് ഞാൻ അവിടെ പോകാൻ നേരം അമ്മേനോട് പറഞ്ഞു, അമ്മ അവിടെ റേറ്റ് ആയിരിക്കും, നമുക്ക് ഇതിൽ മാളിൽ പോകാമെന്ന്. നോർമലി ഞങ്ങളുടെ അമ്മ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ഓഫർ ഉള്ളതെന്ന് നോക്കും. അതായത് ഫ്രൈഡേയും സൺഡേയും സാറ്റർഡേ ഒക്കെ ഓഫേഴ്സ് വരും. അപ്പോൾ അതിൻ്റെയൊക്കെ പോസ്റ്റർ കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് പോകാറുള്ളത്. ഇപ്രാവശ്യം പിന്നെ അടുത്തല്ലേ, പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ചെന്നപ്പോൾ അത്യാവശ്യം പിള്ളേരൊക്കെ നല്ല ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്താണ്, ഞാൻ വീഡിയോ ഹൈഡ് ചെയ്ത് ഫോൺ ഹൈഡ് ചെയ്ത് പിടിച്ചേക്കാണെന്ന് തോന്നുന്നു. എൻ്റെ ഹെയർ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിലെത്തിയിട്ട് ഞാൻ പറഞ്ഞ കണക്ക് അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു. ഏതാണ്ട് 3-4 സാധനങ്ങൾ എടുത്തപ്പോൾ തന്നെ ഏകദേശം 60 ദിർഹംസിൽ കൂടുതലായി, 67 ദിർഹംസ് എന്തോ സംതിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പിന്നെ കൂടുതൽ ഫ്രൂട്ട്സോ കാര്യങ്ങളൊന്നും ഇവിടുന്ന് എടുക്കണ്ട, നമുക്കിതിൽ മാളിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഷോപ്പിൽ പോയി. ഷോപ്പിൽ ചെന്നിട്ട് പിന്നെ ഗോകുവിനെയും കൂടെ വിളിച്ചിട്ട് റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. റൂമിൽ ചെന്നിട്ട് ബേബി വാക്കർ എടുക്കാമെന്ന് വിചാരിച്ചു. കാര്യം കാശി ബേബി വാക്കറിലാകുമ്പം ഇരുന്നോളൂ, എന്തെങ്കിലും കാർട്ടൂൺ എന്തെങ്കിലും വെച്ച് കൊടുത്ത് ഒരു കളിപ്പാട്ടവും ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുമായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളിരുന്നോളും, നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ബുദ്ധിമുട്ടില്ല. അതുപോലെ സാധനം ഈ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാക്കറിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുകയും ചെയ്യാൻ പറ്റും, നടക്കാനും ബുദ്ധിമുട്ടില്ല. ഞങ്ങളങ്ങനെ
ഇവിടെ വന്നെനിക്ക് അങ്ങനെ നടന്ന് അങ്ങനെ എല്ലായിടവും ഒന്നും പോയിട്ടില്ല. ദേവി ഇടയ്ക്കിടയ്ക്ക് നടക്കാൻ പോകാറുണ്ട്. ഞാൻ പിന്നെ റൂമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഷോപ്പിലേക്കും ഷോപ്പിൽ നിന്ന് റൂമിലേക്ക് നടക്കും. അത്രേ ഉള്ളൂ ആകെ എക്സസൈസ് ഉള്ളത്. അമ്മ പിന്നെ വണ്ടി ഉണ്ടെങ്കിലേ പോകാറുള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ നിർബന്ധിച്ചുകൊണ്ടിട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ്. നടന്ന് പോവാം, അടുത്തല്ലേ, വണ്ടി നോക്കി നിൽക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോരുന്നതാണ്. ആശാട്ടിക്ക് മടി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ വരാൻ വേണ്ടിയിട്ട്. എന്നാലും കുഴപ്പമില്ല നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നതാണ്. ഇത് നമ്മുടെ റൂമിലേക്ക് പോകുന്ന കച്ചയുടെ ആ ഒരു ഏരിയ ആണ്. പല വീഡിയോസിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ മൂന്നുപേരോടെ താഴെ നിന്നു. ഗോകുൽ പിന്നെ സാധനം എല്ലാം കൂടെ കൊണ്ടുപോയി മുകളിൽ വെച്ചിട്ട് വാക്കർ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന നമ്മുടെ ചന്ദ്രനെ കണ്ടോ, നല്ല രസമുണ്ട് ആ മൂണ് കാണാൻ വേണ്ടിയിട്ട്. കാശിക്കൂടെ മണലിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള വികൃതിയാണ്. അവന് ഷോക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെരുപ്പിട്ടിട്ടില്ല. അതുകൊണ്ടിട്ട് ഞാൻ മണലിൽ ഇറക്കിയില്ല. അങ്ങനെ പിന്നെ പോയിട്ട് ഇതിൻ്റെ വാക്കർ എടുത്തുകൊണ്ട് വന്നിട്ട് കാർട്ടൂണും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇരിക്കില്ല എന്നുണ്ടെങ്കിൽ ഇരിക്കാൻ ഭയങ്കര പാടാണ്. ആ ബ്ലൂ കളറിലെ കെട്ടിടം കണ്ടോ, അത് കുറച്ച് ദൂരത്താണ്. പക്ഷെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അടുത്തായിട്ട് തോന്നും. ഇത്രയും വലിയ ബിൽഡിംഗ് ആയതുകൊണ്ടിട്ടായിരിക്കും. സംഭവം നമ്മുടെ ഇതാണ് കേട്ടോ, എന്താ കോർണിഷ് ബീച്ച് ഉണ്ട്. ബീച്ചിൻ്റെ സൈഡിലുള്ളൊരു ബിൽഡിംഗ് ആണ്. പോവണം, ഇവിടെ നിന്നിട്ട് ഇപ്രാവശ്യം പോയിട്ടില്ല. ബാക്കി എപ്പോൾ വന്നാലും പോകാറുള്ളതാണ്. കാശിക്കൂട്ട ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഇരുന്നിരുന്ന് ആശാൻ ഉറങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുലുങ്ങി 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 പോവുമല്ലേ. സോ അങ്ങനെ ഇരുന്നിരുന്ന് ആശാൻ അങ്ങ് ഉറങ്ങിപ്പോവുകയും ചെയ്തു. ഞാൻ 2-3 ചെറിയ നമ്മുടെ ഈ ഇതുണ്ട് ഗ്ലൂക്കോസിൻ്റെ മിഠായി മേടിക്കാൻ കിട്ടും, അതും വാങ്ങിക്കൊടുത്തു. അതുപോലെ ആ കാർട്ടൂണും വെച്ച് കൊടുത്തു. അതാകുമ്പോഴത്തേന് അങ്ങനെ ഇരുന്നോളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ബേബി വാക്കറിലിരിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഭയങ്കര സുഖമാണ് കേട്ടോ ഈ വാക്കർ. ഞാൻ വീട്ടിൽ പറഞ്ഞു, ഗോകുട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കിനി ട്വിൻസിൻ്റെ ബേബി വാക്കർ ഉണ്ടല്ലോ, രണ്ടാളെയും കൂടെ ഇരുത്താൻ പറ്റുന്ന ടൈപ്പിലുള്ളത് മേടിക്കണം. കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരെയും കൂടെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുത്തെ ഞങ്ങളുടെ റൂമിൻ്റെ സൈഡിലുള്ള ആ ഒരു വാക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ്. അതുകൊണ്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വാക്കർ കൊണ്ടുപോകാൻ നടക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. എന്നാലും വാക്കർ കൊണ്ടുപോകാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. പിന്നെ ഈ മണലിലൂടെയൊന്നും ഇത് കയറ്റി ഇറക്കാനായിട്ട് കുറച്ച് ടാസ്ക്കാണ്. ഞങ്ങളിങ്ങനെ നടന്നൊരു ഒരു 10-20 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു. നടന്ന് ദേണ്ട ഈ ഒരു സൂപ്പർ മാർക്കറ്റിലല്ല, ഒരു കുട്ടി മാളെന്ന് തന്നെ പറയാം. മാളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് ഞങ്ങൾ മാളിലെത്തിയപ്പോഴാണ് കാശിനെ ശ്രദ്ധിച്ചത്. അന്നത്തേന് ആളെ ഉറക്കമായി. പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. പിന്നെ ഇവിടുന്ന് അധികം സാധനങ്ങൾ ഇവിടുന്ന് കുറച്ചധികം വാങ്ങണം. എനിക്ക് അച്ചാർ വേണമായിരുന്നു. എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിനിടയ്ക്ക് വാഷ്റൂം പോകാൻ തോന്നിയിട്ട് ഫസ്റ്റ് ഞാൻ ആദ്യമേ ഏതെങ്കിലും മാളിൽ പോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കുന്നത് അവിടുത്തെ വാഷ്റൂമാണ് കേട്ടോ. കാര്യം ഇപ്പോഴത്തെ ഒരു പ്രഗ്നൻസി ടൈമിൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നമുക്കൊരു 5th മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടിട്ട് വാഷ്റൂം അത്യാവശ്യമാണ്. സോ ഫസ്റ്റ് തന്നെ ഞാൻ വാഷ്റൂമിൽ പോയിട്ടാണ് പർച്ചേസിങ്ങിന് ഇറങ്ങിയത്. ദേണ്ട ഇതൊക്കെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റംസിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല. ഉള്ളിൽ ചിലർക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ സമ്മതിക്കില്ല, എടുക്കണ്ട എന്ന് പറയും. അതുകൊണ്ടിട്ട് ഞാൻ അധികം വീഡിയോസൊന്നും അവിടെ നിന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. വാക്കറിൻ്റെ ഉള്ളിൽ ആകുമ്പോഴത്തേന് ഈ സാധനങ്ങൾ എടുത്ത് വെക്കാനുള്ള സ്പേസ് ഉണ്ടാവും, നമുക്ക് സൗകര്യമായിട്ട് നടക്കുകയും ചെയ്യാം. ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമല്ല കേട്ടോ വാക്കർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. വാക്കറിൻ്റെ പ്രമോഷനൊന്നുമല്ല, എന്നാൽ കൂടിയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഉണ്ട് ഞാൻ ആ പറഞ്ഞ കോർണിഷ് ബീച്ച് ഉണ്ട്. കോർണിഷ് ബീച്ച് എന്ന് തന്നെയാണെന്ന് തോന്നുന്നു, നമ്മുടെ അജ്മാൻ സൈഡിലുള്ള ബീച്ച്. അതിൻ്റെ അടുത്തേക്ക് പോണ ആ ഒരു ബീച്ചിൻ്റെ സൈഡിലുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ ആ കണ്ടത്. അതിൻ്റെ അടുത്ത് അവിടെയാണെന്ന് തോന്നുന്നു KFC ഉള്ളത്. ഇവിടെ വന്നതിനൊക്കെ ഇങ്ങനെ KFC കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു പ്രഗ്നൻസി ടൈമിൽ KFC കഴിച്ചുകൂടാൻ തോന്നുന്നു. ബ്രോസ്റ്റഡ് കഴിക്കാം. ചില ഷോപ്പുകളിൽ എഴുതി വെക്കും, KFCയിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്രഗ്നൻറ്റ് ലേഡീസും 2 വയസ്സിനും 5 വയസ്സിനൊന്നും താഴെയുള്ള ബേബീസും കഴിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അധികം താമസമില്ലാണ്ടിട്ട് തന്നെ റൂമിൻ്റെ അടുത്ത് എത്തി. അമ്മേനെയും ദേവീനെയും റൂമിൻ്റെ അടുത്ത് വിട്ടിട്ട് ഞാൻ കാശിനെയും കൊണ്ടിട്ട് അങ്ങ് ഷോപ്പിലേക്ക് പോവുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കാശിനെ ഞാൻ അവിടെ നിർത്തിയില്ല. കാര്യം ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും എന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ. എന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷയമില്ല. അതുകൊണ്ടിട്ട് ഞാൻ കാശിനെയും കൊണ്ടിട്ടാണ് ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കൊടുത്തിട്ടായിരുന്നു പോയത്. പിന്നെ ഇതിനിടയ്ക്കൊരു 8:30-9 മണി ആ ഒരു സമയത്താണ് ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ സാധാരണ പോകാറുള്ളത് ആ ഒരു കച്ചയിൽ കൂടെയാണ് പോകാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ റോഡ് വഴി പോയി. കാരിയർ, അതായത് വാക്കർ ഹാൻഡിൽ ചെയ്യാൻ അതാണ് സുഖം. നാളെ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞങ്ങൾ വേണ്ടി ഷോപ്പിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.